കർഷകർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഇനി വിരൽ തുമ്പിലെത്തും. കർഷകർക്ക് ആവശ്യമായ വിവിധ സേവനങ്ങളും വിവരങ്ങളും ഇനി കതിർ ആപ്പിൽ ലഭ്യമാകും. കർഷക ദിനമായ ചിങ്ങം 1 ആപ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച കർഷകരെ മുഖ്യമന്ത്രി ആദരിച്ചു. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ കതിർ മൊബൈൽ ആപ്പും വെബ് പോർട്ടലും നിലവിൽ വന്നു. കാർഷിക പദ്ധതികൾക്കായുള്ള അപേക്ഷ, മണ്ണു പരിശോധന, കീടരോഗ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി ആപ്പിലൂടെ ലഭ്യമാകും. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വലിയ വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള പ്രയോജനം കർഷകന് കൃഷിയിടത്തിലും ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതിൻ്റെ പേരിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ തീരുമാനിക്കുകയും അതോടൊപ്പം ചേർന്ന് കർഷകർക്ക് വളരെ അനായാസേന ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മൊബൈൽ ആപ്പ് കതിർ എന്ന പേരിൽ റെഡിയാക്കുകയും ചെയ്തത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം നേരിട്ട് അനുഭവിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനത്തെക്കുറിച്ചുമാകണം പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. സംസ്ഥാനത്തെ മികച്ച കർഷകരെ മുഖ്യമന്ത്രി ആദരിച്ചു. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് കൃഷിഭവൻ പരിധിയിലെ രാജാക്കണ്ടം, ചെമ്പകശ്ശേരി CD രവീന്ദ്രൻ നായരാണ്. ജനപ്രതിനിധികൾ, കർഷകർ, കർഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.